ഹണി ആം ഹോം. ഹലോ, ഞാൻ സംഗീത എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് കാലമല്ല ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷേ ഇതൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ പേരാണ് ചിക്കൻ ഡ്രൈ ഫ്രൈ. അമ്മേൻ്റെ റെസിപ്പിയാണ്. അമ്മ ഇത് ഗസ്റ്റ് വരുമ്പം വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇല്ല, അപ്പം ഒരു കുറച്ച് സ്പൈസി ആയിട്ടില്ല ആൻഡ് വേഗം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ ഡിഷാണിത്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ എല്ലാ ഇൻഗ്രീഡിയൻസും ഇനി ഞങ്ങൾ മിക്സിയിലേക്ക് ഇടാൻ പോവാണ്. ഒരു കൈ നിറച്ച അത്രയല്ലേ കൊറിയാൻഡർ ലീഫ് ഇടാം, മല്ലിച്ചപ്പ്, 15 വെളുത്തുള്ളി. സോ അച്ചത് നടുവിൽ മുറിച്ചിട്ടതുകൊണ്ടാണ് ഇത് കുറേ ക്വാണ്ടിറ്റി പോലെ തോന്നുന്നത്, പക്ഷേ ഇത് 15 നമ്പേഴ്സാണില്ലേ. പിന്നെ 2 ഉള്ളി, ഒരു ടൊമാറ്റോ പകുതിയായി മുറിച്ചിട്ട് ഇടാം, 2.5 ഇഞ്ച് ഇഞ്ചി കൂടിയും എടുത്തിടാം. ഇനി മിക്സിയിലേക്ക് ഞങ്ങൾക്ക് ഡ്രൈ സ്പൈസസും ഇടാം. സോ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിടാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല. ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതിന് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. സോ ഞങ്ങളുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ പേസ്റ്റിനൊക്കെ കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ്റെ കൂടെ. സോ പാനിനെ സ്റ്റവിൻ്റെ മുകളിലിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പാനിലേക്ക് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. സോ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക കുക്കിങ്ങിന്. ഞങ്ങൾ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന കുറവാണ്. ആൻഡ് കൂടുതൽ ഫ്ലേവർ വരാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ്. സോ 1 kg ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഇനി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഈ പാനിലേക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ മസാല ചേർത്ത് കൊടുക്കാം. ഈ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ ഹായ് ആൻഡ് വെൽക്കം. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ പറ്റും. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ റെസിപ്പീൻ്റെ മെഷർമെൻറ്റ്സും താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ താഴെ ഉണ്ട് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടണും താഴെ ഉണ്ട്. സോ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയും. ചിക്കനെ ലിഡ് ഇട്ടിട്ട് 20 മിനിറ്റ്സ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. സോ ചിക്കൻ്റെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്ന വരെ ചിക്കനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സോ അത്യാവശ്യം വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടിയും ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ചേർക്കുമ്പോൾ ആണ് ന്യൂ ടേസ്റ്റ് ഉണ്ടാവാറ്. ആൻഡ് ഇതിന് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കണം. ഞങ്ങൾക്ക് ഇനി പാണ്ടൻ ലീഫ് എടുത്തിടാം ഇതിലേക്ക്. വേണമെങ്കിൽ ഇട്ടാൽ മതി, വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിപ്പം അമ്മ ഗ്രോ ചെയ്യുന്നതിനോണ്ട് മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്, അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. പാണ്ടൻ ലീഫ് ഇടുകയാണെങ്കിൽ നല്ലൊരു മണവും ഫ്ലേവറും കിട്ടും ചിക്കന്. സോ അതിൻ്റെ പകരം വേണമെങ്കിൽ കുറച്ച് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി. ഇനി കുറച്ചധികം കറിവേപ്പില കൂടിയും എടുത്തിടണം. 2 പച്ചമുളക് നടുവിൽ സ്ലിറ്റ് ചെയ്ത് കൂടിയും ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഈ ചിക്കനെ നല്ലോണം വഴട്ടിയെടുക്കണം, ബ്രൗൺ ആവുന്ന വരെ. അധികം സമയം എടുക്കില്ല ഇത് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ടു ഹൈ കൂടിയും വേണമെങ്കിൽ വെക്കാം ഫ്ലെയിമിന്. എന്നാൽ പക്ഷേ നല്ലോണം ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഇതെന്തായാലും കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം. ആൻഡ് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. സോ മസാലയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് കുറച്ചുകൂടി ഡീപ്പ് കളർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ചിക്കൻ്റെ മുകളിലോട്ടേക്ക് നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഡിഷ് ഇപ്പോൾ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. സോ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചോപ്പ് ചെയ്യാനൊന്നുമില്ല. അത്ര എല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് ആക്കാനേ ഉള്ളൂ ഇല്ലത്. ആൻഡ് കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ലാസ്റ്റിൽ അമ്മ കുറച്ചുകൂടി 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഇട്ട് കൊടുക്കാറുണ്ട്. അമ്മ ഇപ്പം ഈ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റിൽ കുറച്ചുകൂടി ഒരു എണ്ണ ഇട്ട് കൊടുക്കാറുണ്ട്. സോ അമ്മ പറയും ഇപ്പം ഫ്ലേവർ കൂടുതലായിട്ട് വരും. സോ അങ്ങനെ ഈ ഡിഷിനും ലാസ്റ്റിൽ ഫിനിഷിങ് ടച്ചിന് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടിയും ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ പറ്റും.
സോ ഞങ്ങളുടെ ചിക്കൻ റെഡിയായി. നല്ല വാഴേൻ്റെ ഇല അമ്മ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ സെർവ് ചെയ്ത ശേഷം ഒരു പകുതി ലൈം എടുത്തിട്ട് അതിന് മുകളിലോട്ടേക്ക് സ്ക്വീസ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര യമ്മിയാണിത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും, കറിയൊന്നും ആവശ്യമില്ല. ഇപ്പം സൈഡ് ഡിഷായിട്ടും വെറുതെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് യമ്മിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.